അഭിജിത്ത് എന്ന ചെറുപ്പക്കാരൻ ഒരു പുതിയ പാർട്ടി കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മൾ വെറും പാറ്റകൾ, വെറും കോക്രോച്ചുകൾ. ഒരു ജഡ്ജി പറഞ്ഞു കൊടുത്തതാ, ഈ ചെറുപ്പക്കാർ തൊഴിലില്ലാത്തവരും ഈ ഈ അഭ്യസനത്തിലാ, പക്ഷെ അവർ ജോലിയൊക്കെ നോക്കിയിരിക്കുമ്പം അവർക്കൊന്നും കിട്ടത്തില്ല. അവർ എൻജിനീയറിങ്ങും മറ്റും വലിയ ബിരുദവും എല്ലാം പഠിച്ചു വെച്ച് നിൽക്കുന്നവരാണ്. അവർക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ അവരെന്തോ ചെയ്യും? അവർക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അവരെ ഈ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവർ പാറ്റാന്നോ പുഴുന്നോ അട്ടാന്നോ പരാതിജീവിന്നോ ഒക്കെ പറഞ്ഞാൽ എന്തൊരു, അതൊക്കെ പുതിയ ജനറേഷനെ ബഹുമാനിക്കാത്ത കാര്യമാണ്. നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയുന്നത് അവരാണ് ഇനി നമ്മളെ പുലർത്തേണ്ടവരും, അവരാണ് നമ്മുടെ ഭരണഘടന മാറ്റി എഴുതേണ്ടവരും, അവരാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ എന്നാ പറയുന്നത് ഈ ത്രാസൊക്കെ തൂക്കി നേരെയാക്കിക്കൊണ്ടുപോയി. ജനാധിപത്യം എന്നേ മരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യം കംപ്ലീറ്റ് ഒന്നും ഇനി കൊണ്ടുവരാൻ സാധ്യമല്ല. എങ്കിലും പൊതുജനങ്ങളെ കൊണ്ടുവരിക, അവരെ ഉദ്ധരിക്കുക, അവർക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കുക, അവരെ ബോധവൽക്കരിക്കുക, ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് എന്ന് ഒന്ന് ഉത്സുകരാകണം. അല്ലാതെ ഇപ്പോൾ ഭരിക്കുന്ന ബി ജെ പി ഒരു നല്ല ഭരണവും, മോഡി പ്രധാനമന്ത്രി, ഈ രാജ്യാന്തരമായിട്ട് പുള്ളി വളരെ ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹത്തെ അപമാനിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം വളരെ ബഹുമാന്യനായ ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ യുവജനങ്ങൾക്ക് ബോധവൽക്കരണം ഉണ്ടാകണമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. അല്ലാതെ ഒരു പക്ഷപാതപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്ത് നമ്മുടെ രാജ്യത്തെ മോശമാക്കുക, നമ്മുടെ ജനാധിപത്യത്തെ മോശമാക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് കോക്രോച്ച് പാർട്ടി നല്ലതാണ്. യുവജനങ്ങൾ അവരുടെ വികാരങ്ങളും വിചാരങ്ങളും അവരുടെ ധാർഷ്ട്യവും ഒക്കെ പറഞ്ഞു തീർത്തു. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അത് പറഞ്ഞെങ്കിലേ ഈ ജനാധിപത്യത്തിന് ഒരു ഉണർവുണ്ടാവും. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയിലെ പണ്ടൊരു അമേരിക്കൻ ചരിത്രത്തിലുണ്ടല്ലോ റിപ്വാൻ വിങ്കിൾ ഉറങ്ങിപ്പോയ കഥ. 10-40 വർഷം ഉറങ്ങിയിട്ട് വന്നപ്പോൾ അമേരിക്കയെല്ലാം ചേഞ്ച് ചെയ്തു പോയി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ യുവജനങ്ങളിലുണ്ടായ ചേഞ്ചൊന്നും ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കാത്തതുകൊണ്ടും ഒക്കെയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വിലാപം എന്നാന്ന് വെച്ചാൽ യുവജനങ്ങളെല്ലാം പോകുന്നു വിദേശത്തേക്ക്. എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവർക്ക് ജോലി കിട്ടുന്നില്ല. അവർ വളരെ വിദ്യാഭ്യാസമുള്ളവരും അവരോട് പറയുക നിങ്ങൾ എന്ത് ജോലിക്കും തയ്യാറാണ്, അവർ തയ്യാറാണ്. പക്ഷേ അത് ഈ രാജ്യത്ത് പോയി ചെയ്യാനുള്ള ഒരു സാംസ്കാരിക വിപ്ലവത്തിലൊന്നും അല്ല നമ്മൾ ജനിച്ചത്. ഒരു എൻജിനീയറാണ്, അയാൾക്ക് അയാളുടെ ജോലി കിട്ടണമെന്ന് വാദിക്കുന്നതിൽ എന്താ തെറ്റ്? അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് അയാൾ പറയുക, നീ ഏത് സാഹചര്യത്തിലും ജീവിക്കണം, നീ കുളിമുറി കഴുകാൻ പോകണം, മറ്റത് കഴുകാൻ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊന്നും ശരിയാവത്തില്ല. അപ്പം നമുക്കൊരു ജനാധിപത്യ ഉണർവും യുവജനങ്ങളെ ഉദ്ധരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ഒരു സാമൂഹ്യ പരിഷ്കരണത്തിൽ ഗവൺമെൻറ്റും ഉന്നത തലത്തിൽ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റും എല്ലാം ഉണ്ടാക്കിയ ഒരു ബോധവൽക്കരണമാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ടാണ് ഈ കോക്രോച്ച് പോലുള്ള പാർട്ടികളൊക്കെ ഉണ്ടാകുന്നത്. കുഴപ്പമില്ല, യുവജനങ്ങൾ അവരുടെ കാര്യം പറയുന്ന ഒരു നല്ല പാർട്ടിയായിട്ടത് വരും. അതൊരു പൊതുവികാരമാണ്, ഒരു പൊതു ശബ്ദമാണ്. അത് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെതനുസരിച്ച് ഈ ഗവൺമെൻറ്റും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും സാമൂഹിക സാമ്പത്തിക എഴുത്തുകാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അവരെ കുറ്റം പറഞ്ഞിട്ടോ അവരെ കളിയാക്കിയിട്ടോ അവരെ പാറ്റകളെന്ന് വിളിച്ചിട്ടോ അവരെ ഈത്തിൽക്കണ്ണികളെന്ന് വിളിച്ചിട്ടോ പരാതിജീവികളും നികൃഷ്ടമായ സംബോധനകളാണ് ഉന്നതന്മാർ ചെയ്യുന്നതെങ്കിൽ അത് ഈ നമ്മുടെ ഭാവിയിലെ ജനാധിപത്യത്തിൻ്റെ കാതലാണ് ഇവിടുത്തെ യുവജനങ്ങൾ. അവരെ തളർത്തുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത്. അവർ നമ്മുടെ മക്കളാണ്. അവർ നമ്മളെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നമ്മളുടെ വികാരത്തിൻ്റെ ഉജ്ജ്വലമായ പ്രതിഫലനമാണ് ഇവിടുത്തെ യുവാക്കൾ. അവരെ കൈവിടരുത്, അവരെ ഉയർത്തിപ്പിടിക്കണം, അവരെ ബോധവൽക്കരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഇത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പക്ഷം പിടിച്ച് പറയുമ്പോൾ വേറൊരു പക്ഷം പിടിച്ച്, അതല്ല, നമ്മുടെ ജനാധിപത്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം, യുവജനങ്ങൾ
യുവജനങ്ങൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് അവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള സാഹചര്യം, അവരെ ബോധവൽക്കരിക്കുകയോ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ട കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജനാധിപത്യത്തെ ഒരുവിധമെങ്കിലും ജനാധിപത്യമാക്കി മാറ്റിയെടുക്കും എന്ന് എൻ്റെ കൃത്യമായ എളിമയായ ഒരു അപേക്ഷയോടുകൂടി നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.